ആലുവ റെയിൽവേ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് ഈ മാസം 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആലുവ ട്രാക്കിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം റെയിൽവേ ഏർപ്പെടുത്തി. 2 ട്രെയിനുകൾ ഇതിനകം റദ്ദാക്കി കഴിഞ്ഞു. എറണാകുളം പാലക്കാട് മെമു, പാലക്കാട് എറണാകുളം മെമു എന്നീ 2 ട്രെയിനുകൾ റദ്ദാക്കി. 7 ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ വൈകി കൂടുമെന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ AV ജയശങ്കർ പ്രൈം ടൈമിൽ ചേരുന്നു. പറയൂ ജയശങ്കർ. ഈ മാസം ആദ്യം മുതലാണ് ഈ ആലുവയിലെ റെയിൽവേ പാലത്തിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. അതിനുശേഷം തുടർച്ചയായി സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ മാസം 8 മുതൽ 10 വരെയാണ് പുതിയ നിയന്ത്രണങ്ങൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. 2 ട്രെയിനുകളാണ് 9, 10 തീയതികളിൽ റെയിൽവേ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു എന്നിങ്ങനെ 2 പെയർ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 7 ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ 9, 10 ദിവസങ്ങളിൽ വൈകി ഓടുമെന്നാണ് റെയിൽവേ പറയുന്നത്. അതിൽ മലയാളികളെ ഈ ദിവസയാത്രക്കാരെ കൂടുതൽ ബാധിക്കുന്ന ട്രെയിനുകൾ എന്ന് പറയുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂർ 45 മിനിറ്റും 10-ാം തീയതി 1 മണിക്കൂർ 15 മിനിറ്റും വൈകി ഓടും. ഒപ്പം തന്നെ സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂറും 10-ാം തീയതി 30 മിനിറ്റും വൈകി ഓടും. ഒപ്പം തന്നെ ഇൻഡോർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂറും 55 മിനിറ്റും 10-ാം തീയതി 1 മണിക്കൂറും 20 മിനിറ്റും വൈകി ഓടും. അങ്ങനെ 7 ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. ഒപ്പം തന്നെ വന്ദേ ഭാരത് 9-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് 45 മിനിറ്റ് വൈകി 4:50 മാത്രമേ യാത്ര ആരംഭിക്കൂ. 10-ാം തീയതി 10 മിനിറ്റ് വൈകി 4:15 യാത്ര ആരംഭിക്കുമെന്ന് റെയിൽവേ പറയുന്നുണ്ട്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ, ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലാണ് റെയിൽവേ ആഗസ്റ്റ് മാസം ആദ്യം ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇനി കൂടുതൽ ദിവസങ്ങളിലേക്ക് പണി നീളുന്നത്. എന്തായാലും യാത്രക്കാരെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് റെയിൽവേ ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു AV ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.